ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ ക്ലൈമാക്സ് പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രാഹുലിനെ കാടിന്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് കിരണും വേലും രതീഷും കൂടിട്ടോ. കാരണം കാട്ടുമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ രാഹുലിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. രാഹുൽ ഇങ്ങനെ പേടിയോടുകൂടി പുറകെ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെ കാണിക്കാൻ പോണത് രാഹുൽ ഇങ്ങനെ പുറകിലേക്ക് നോക്കും തോറും ആ കുറുനരികളുടെയും കുറുക്കന്മാരുടെ സൗണ്ട് ഒക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനാകെ പേടിയാവണോ, ഒന്ന് നിലവിളിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം വായിൽ തുണി തിരികെ വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ രാഹുലിനെ നിലവിളിക്കണമെന്നുണ്ട്, പക്ഷെ നിലവിളിക്കാൻ പോലും പറ്റുന്നില്ല. രാഹുൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, മുന്നിൽ കൂടി ആരെങ്കിലും വരുന്നുണ്ടോ, വല്ല മൃഗങ്ങളും വരുന്നുണ്ടോ എന്നൊക്കെയൊന്നോ. ചിലപ്പോൾ മൃഗങ്ങൾ തന്നെ കടിച്ച് തിന്നില്ലെങ്കിലോ, അതൊരു ഭാഗ്യമാവോല. അപ്പൊ അങ്ങനെ കാത്തിരിക്കുകയാണ് രാഹുലിന്. മുമ്പിൽ ആരെങ്കിലും വരുന്നുണ്ടോ, ഈശ്വര നേരെ വെളുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ടെ മുമ്പിലേക്ക് നോക്കിയിട്ട് പെട്ടെന്നാണ് പുറകിലൊരു ഒച്ച. രാഹുൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഒരു വലിയ കുറുക്കൻ ഒരു വായം പൊളിച്ചിങ്ങനെ നിൽക്കണം രാഹുലിനെ തിന്നാൻ വേണ്ടി തന്നെ. അങ്ങനെ ആ കുറുക്കൻ രാഹുലിന്റെ തല തന്നെ ആദ്യം തിന്ന് ഇതാക്കുവാട്ടോ. പിന്നെ ബാക്കി കുറുക്കന്മാരും കുറുനരികളൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. ശേഷം രാഹുലിനെ അവര് പിച്ച് ചീന്തി കീറി, അതായത് ഇത്ര ഭയങ്കര ഭീരകമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് കിരണ് രാഹുലിനെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശൻ വീട്ടിലേക്ക് വന്നിട്ട് കാർത്തികടുത്തും കാർത്തികടുത്ത് പറയുന്നുണ്ട്, എന്തായാലും കിരണ് രാഹുലിനെ അന്വേഷിച്ച് പോയിരിക്കുകയാണല്ലോ, ഇന്ന് എന്തായാലും രാഹുലിന്റെ മരണം സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറയാണ്. കാർത്തിക പറയണ്ട അച്ഛാ, കിരൺ എല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്. കിരൺ അതിന് ആപത്ത് പറ്റിയാലും കുഴപ്പമില്ല. കിരൺ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആപത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടേ കിരൺ നോക്കുള്ളൂ. അച്ഛനോട് ഞാനൊരു രഹസ്യം പറയട്ടെ, അച്ഛൻ വേറെ ആർക്കും പറയരുത്. ഇല്ല മോള് പറഞ്ഞോ. എന്റെ കല്യാണം ഉണ്ടായിരുന്നല്ലോ, കല്യാണത്തിന് ആ ഗംഗപ്രസാദ് വന്നിരുന്നു വെച്ചാ. മുഹൂർത്ത സമയത്ത് അതെന്റെ ദിലീപേട്ടൻ എന്റെ കഴുതി താലി കെട്ടുന്ന സമയത്ത് ഗംഗപ്രസാദ് നമ്മൾ ആരും കാണാത്ത ഒരു മൂലയ്ക്ക് എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് കിരൺ ആണ് ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചത്. കിരൺ ഗംഗപ്രസാദിന്റെ പുറകെ കൂടി പോയി പിടിച്ച് ഗംഗപ്രസാദ് അടിച്ച് നിരപ്പാക്കി. ആ സമയത്തും ഗംഗപ്രസാദ് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് മണ്ണെടുത്ത് കിരണിന്റെ കണ്ണിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കിരൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി ഗംഗപ്രസാദിനെ കയറി പിടിക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഓടുന്ന സമയത്താണ് അവന്റെ തല കല്ലിടിച്ചുകൊണ്ട് അവൻ മരിച്ചത്. പിന്നെ നമുക്കാർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കിരണും വേലും രതീഷും കൂടി ചേർന്ന്, അവർ 3 പേരും കൂടി ചേർന്നിട്ട് കിരണിന്റെ കാറിലെ ഡിക്കിയില് ഗംഗപ്രസാദെ പൊതിഞ്ഞ്, അതായത് പായയിൽ പൊതിഞ്ഞ് കയറ്റിയിട്ട് കിരണിന്റെയും കല്യാണിന്റെ വീടില്ലേ അവരുടെ പിന്നാമ്പുറത്ത് കുറെ വാഴത്തായി നട്ടിട്ടുണ്ടല്ലോ, തെങ്ങുംതായി, അങ്ങനെ കുറെ സംഭവങ്ങൾ നട്ടിട്ടുണ്ടല്ലോ. അവിടെ ഗംഗപ്രസാദിന്റെ ശവം കുഴിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ വേലു ഒരു തെങ്ങും വെച്ചിട്ടുണ്ട്. ആണോ, അപ്പൊ ഗംഗപ്രസാദ് ഇനി ഉണ്ടാവില്ലേ? ഇല്ല ചാ, അവൻ മരിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാഹുലിനെ കിരൺ തന്നെ കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ടാ കിരൺ ഇത്ര വൈകണത്. ശരിയാ മോളെ, അഥവാ കിരണെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ അവന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. കിരൺ അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും കിരണെ ഞാൻ ഒരിക്കലും ജയിലിലേക്ക് പറഞ്ഞു വിടില്ല. ഗംഗപ്രസാദിനെ കൊന്നതും അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഹുലിനെ കൊന്നതും ഞാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറ്റം ഏറ്റെടുക്കും മോളെ എന്നൊക്കെ പ്രകാശം പറയാണ്. ശേഷം നമ്മുടെ കിരണും രതീഷും ഓടിപ്പെടഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കാദംബരി ചോദിക്കുന്നുണ്ട്, കിരൺ സാർ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കല്യാണിക്ക് ബോധം വന്നു. എന്റെ കല്യാണി കണ്ണു തുറന്നോ, അച്ഛൻ പോയി കണ്ടു സംസാരിച്ചായിരുന്നു. അച്ഛൻ വന്നിരുന്നു, അച്ഛൻ എല്ലാം അറിഞ്ഞു. കാർത്തിക ചേച്ചി അമ്മയോട് സംസാരിക്കുന്നത് അച്ഛൻ കേട്ടിരുന്നു. അച്ഛൻ വന്ന് അകത്ത് കയറി കല്യാണത്തെ സംസാരിച്ചിട്ട് പുറത്തേക്ക് പോയത്. കല്യാണിക്ക് ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല, ഡോക്ടർ ഇപ്പൊ വന്നിരുന്നു. കിരൺ അന്വേഷിച്ചു, കല്യാണി കുറെ പ്രാവശ്യം അന്വേഷിച്ചു. കിരൺ സാർ ഇത് എവിടെ പോയതായിരുന്നു എന്ന് കാദംബരി ചോദിക്കുമ്പോ, ഒരുത്തനുണ്ടല്ലോ എന്റെ കല്യാണിനെ കുത്തിയെടുത്ത് ബഗാസുരൻ, അവനെ തീർക്കാൻ വേണ്ടി പോയതാ കാദംബരി. എന്നിട്ട് ഇനി അവന്റെ ശല്യം നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാണ്. അപ്പൊ കാദംബരി ഇങ്ങനെ ചോദിക്കണ്ടേ രതീഷിനോട്, കിരൺ സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ രതീഷ് ഏട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ രതീഷ് പറഞ്ഞ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ കാദംബരി? ഇനി ഒരിക്കലും രാഹുൽ വരത്തില്ല, നമ്മൾ ഒരിക്കലും ഇനി രാഹുലിനെ കാണത്തുമില്ല, രാഹുൽ നമ്മളെ കാണാൻ വരത്തുമില്ല. ഇതിൽ കൂടെ നിന്നോട് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഇപ്പൊ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ നിന്ന് പോവാണ്. കാദംബരിക്ക് കാര്യം മനസ്സിലായി, രാഹുൽ മരിച്ചു എന്ന്. അതിനുശേഷം കല്യാണിക്ക് കുത്തുകൊണ്ടതുകൊണ്ട് തന്നെ താരക്ക് ആകെ വിഷമമാട്ടോ. താര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പൊ ശാരിയല്ല, നമ്മുടെ സരയു അടുത്തേക്ക് വരുന്നുണ്ട്. സരയു ഒരു ചോദിക്കുന്നുണ്ട്, താര നിന്റെ അച്ഛനാണോ കല്യാണിനെ കുത്തിയത് എന്ന് ചോദിക്കുകയാണ്. സരയു പറയണ്ടേ, എനിക്കറിയില്ല അച്ഛനാണോ കുത്തിയതെന്ന്. അഥവാ അച്ഛനാണോ കുത്തിയതെങ്കിൽ അച്ഛനെ കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കാണ്. എന്റെ നല്ലതിനെ വേണ്ടിയിട്ടാണ് അച്ഛൻ അത് ചെയ്തത്. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ അച്ഛൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ അങ്ങനെ ചെയ്ത് അച്ഛനെ ബഹുമാനിക്കുള്ളൂ, അച്ഛനെ ചേർത്ത് പിടിക്കുകയുള്ളൂ. എന്റെ അച്ഛനെ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ എന്റെ അച്ഛനെ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്റെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് എന്നൊക്കെ നമ്മുടെ സരയു താരെടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. താരക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു അസുര വിത്താണല്ലോ എനിക്കുണ്ടായത്, രാഹുലിന്റെ തനി രൂപം എന്നൊക്കെ താര ഇങ്ങനെ വിചാരിക്കാട്ടോ.
പക്ഷെ താരയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം കേട്ടോ. കാരണം ഈ സരിയുടെ സ്വഭാവം മാറിയപ്പോ തന്നെ താൻ ശരിക്കും കിരണിനോടും കല്യാണിയോടും ഇതൊക്കെ പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊരിക്കലും ഈ ഒരു അപകടം പറ്റില്ലായിരുന്നു. താനാണ് ഇതിന്റെ മെയിൻ കാരണം എന്നൊക്കെ താരക്ക് ഒരു കുറ്റബോധം തോന്നുവാണ്. അങ്ങനെ ആ കുറ്റബോധം തോന്നിയ താര സരിയും അറിയാതെ കിരണിനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ ഹോസ്പിറ്റലിൽ. കിരൺ ഹോസ്പിറ്റലിലാണല്ലോ. കിരണിനെ കാണാൻ വേണ്ടി പോവാണ്. താരക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ മുഖത്ത്. കിരൺ പറയുന്നുണ്ട്, താരാന്റെ വിഷമിക്കേണ്ട, കല്യാണി ഇപ്പൊ ഓക്കെയാണ്, കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. താര പറയുന്നുണ്ട്, എനിക്ക് കിരണിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. എന്താ താരാന്റെ, അപ്പുറത്തേക്ക് വരാവോ എന്ന് ചോദിച്ചിട്ട് കിരണിനെ മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോകണ്ട. അപ്പൊ അവിടെ നിൽക്കുന്ന കാദംബരി അടുത്തേക്ക് പറയുന്നുണ്ട്, ഞാനിവിടെ വന്ന കാര്യം ആരോടും പറയരുതെന്ന് പറയാം കേട്ടോ. കാദംബരി ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിരണിനെ മാറ്റി നിർത്തിട്ട് താര പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും ഇത് വേറെ ആർക്കും പറയരുത്. ഞാൻ കുറെ ദിവസം ഇത് പറയണോന്ന് വിചാരിക്കുന്നു, പക്ഷെ പറയാൻ പറ്റുന്നുണ്ടായില്ല. എന്താ ആന്റി, എന്താണെങ്കിലും പറഞ്ഞോ എന്ന് കിരൺ പറയുമ്പോഴേക്കും താര പറയുന്നുണ്ട്, രാഹുൽ ഉണ്ടല്ലോ, രാഹുലിലെ കല്യാണിനെ കുത്തിയത്, രാഹുൽ അങ്ങനെ ചെയ്യാൻ കാരണം സരയുവാണ് എന്ന് പറയാണ്. കിരൺ ആകെ ഷോക്കായി പോവാണ്. ആന്റി എന്താ പറഞ്ഞ, സരിയുവാണെന്നോ? അതെ, സരിയുവിന് വേണ്ടിയിട്ടാണ് അവളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. കിരണ്ണ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സരിയു? അതെ, സരിയു നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വഭാവം മാറിയിട്ടുണ്ടായെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിനുശേഷം വീണ്ടും സരിയുവിന്റെ സ്വഭാവം പഴയ പോലെയായി. അതായത് കിരണ്ണ നേടിയെടുക്കണം എന്നുള്ള സ്വാർത്ഥ സ്വഭാവം. അതിനുവേണ്ടി കല്യാണി ഇല്ലാതാവണം. കല്യാണി ഇല്ലാതായാൽ മാത്രമല്ലേ കിരണിനെ അവൾക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവളുടെ സ്വഭാവം മാറിയായിരുന്നു. കിരണിനെ സ്വന്തമാക്കണമെന്ന് മാത്രമേ അവളുടെ ഉള്ളിൽ ഇപ്പൊ വിചാരമുള്ളൂ. താരാൻ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ, ഞാൻ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണോ എന്ന് പറയണം. അത് കേൾക്കണ കിരൺ മനസ്സ് വിചാരിക്കണം, ഓഹോ അപ്പൊ അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം താര പോകുന്നുണ്ട്. അപ്പൊ സരിയുവിന്റെ ഉദ്ദേശം കിരണ് മനസ്സിലാവുകയും ചെയ്തു. അപ്പോഴേക്കും കിരണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. വേലുവിന്റെ കോൾ ആട്ടോ. ഹലോ വേലു, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്താ ഇവിടുത്തെ കാര്യങ്ങൾ? അല്ല കിരൺ സാറെ, ആദ്യം കല്യാണി ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. കല്യാണി ഇപ്പൊ ബോധം വന്നടോ, കുഴപ്പമൊന്നുമില്ല, നിന്നെ ഞാൻ വിളിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാ ഒരു ആന്റി വന്ന് സംസാരിക്കുമായിരുന്നു. എടാ അവിടുത്തെ കാര്യം എന്തായെന്ന് ചോദിക്കാണ്. സാറേ അവൻ തീർന്നട്ടോ. ഉറപ്പാണോടോ? തീർന്നെന്ന് ഉറപ്പാണോ? തീർന്നെന്ന് ഉറപ്പാണ് സാറേ. ഞങ്ങൾ കെട്ടിയിട്ട ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് പോയി നോക്കിയായിരുന്നു. അവിടെ നമ്മൾ കെട്ടിയിട്ട കയറും തുണിയൊക്കെ ഉണ്ട്, അതിലൊക്കെ ചോര നിറഞ്ഞു കിടപ്പാണ്. പിന്നെ ആ രാഹുലിന്റെ മോതിരവും വാച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിതറി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ വന്ന മൃഗങ്ങൾ ഭയങ്കര വിശപ്പുള്ള മൃഗങ്ങളായിരുന്നു തോന്നുന്നു. ഒരു ഇത് ബാക്കിയില്ല സാറേ ശരിക്കും പറഞ്ഞ. അപ്പൊ കിരൺ പറയണ്ട്, അവനെ പോലത്തെ ഒരാളെ കിട്ടിയ എങ്ങനെയാണ് മൃഗം വീട്ടുന്നത്? അമ്മാതിരി മാംസമല്ലേ ശരീരത്തിലുള്ളത്, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്നത്. ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് നീ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദുരന്തമൊക്കെ ഒഴിഞ്ഞു പോയെന്നാണ് വിചാരിക്കുന്നത്. ശത്രുക്കൾ ഓരോന്നോരോന്നിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗ, രാഹുല്, പിന്നെ ജയിലിലോട്ടം കിടക്കുന്നുണ്ട് വിക്രം. അവൻ ഒറ്റക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവൻ പരോളിൽ ഇറങ്ങുമ്പോഴല്ലേ. അപ്പൊ അവനിട്ടും പണി കൊടുക്കുന്നുണ്ട് എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനുള്ള പണി മിക്കവാറും വിക്രത്തിന് പണിയൊന്നും ആരും കൊടുക്കില്ല. വിക്രത്തിന്റെ മരണം, വിക്രം തന്നെ കാത്തിരുന്ന മരണം വിക്രത്തിനെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ വന്നു ചേരും. അപ്പൊ എന്താണ് നാളത്തെ പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ സരിയോ നന്നാവോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല സരിയോ നന്നായിട്ട് മനോഹറിന് വേണ്ടി കാത്തിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കുറെ പേര്. ക്ലൈമാക്സിൽ ഹാപ്പി എൻഡിങ് ആയിരിക്കും. മനോഹറും സരിയും, അതായത് മനോഹറിന് 10-20 വർഷമായിട്ടല്ലേ തിരിച്ചു വരുള്ളൂ. ആ സമയം വരെ കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാത്തിരിക്കുന്ന സരിയും ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം എന്താണെന്ന്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.